ഈ 2025 വെറും 3999 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോണിൽ ടച്ച് സ്ക്രീൻ ഉണ്ട്, വീഡിയോ കോൾ ചെയ്യാൻ പറ്റും, വൈഫൈ ആൻഡ് ഹോട്ട്സ്പോട്ട് രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്മാർട്ട് ഫോണിന്റെ രൂപമായിരിക്കും തെളിഞ്ഞു വരുന്നത്. പക്ഷേ ഇതൊരു സ്മാർട്ട് ഫോൺ അല്ല, ആക്ച്വലി ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ പോലും അല്ല. ഇതാണ് ഇതാണ് HMDയുടെ ലേറ്റസ്റ്റ് ടച്ച് 4G. ഈ ഫോൺ എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഫോൺ ചില ആളുകൾക്ക് വേണ്ടിയാണ്. അത് ആർക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ഫുള്ള് കാണുക. ഇതിൻ്റെ ഡിസ്പ്ലേ, ഫീച്ചേഴ്സ്, സോഫ്റ്റ്വെയർ, ബാറ്ററി എല്ലാം ഞാൻ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സ് തന്നെ അത്യാവശ്യം വെറൈറ്റി ആണ്. ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കേസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ 5 വാട്ടിൻ്റെ ചാർജറാണ്. ചാർജർ ഉണ്ടല്ലോ, Type A to Type C കേബിൾ, ദാറ്റ് ഈസ് നൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, സോ ഫ്രണ്ടിൽ ഈ കീപാഡും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് ടച്ച് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ ഈ നോക്കിയയുടെ ലൂമിയൊക്കെ ഓർമ്മയില്ലേ, അതിൻ്റെ ഒരു കോമ്പാക്ട് വെർഷൻ, അതിൻ്റെ ഒരു ക്യൂട്ട് വെർഷൻ എന്നൊക്കെ, അതും കോമ്പാക്ട് തന്നെയായിരുന്നു, അതിൻ്റെ ഒരു ക്യൂട്ട് കോമ്പാക്ട് വെർഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. രണ്ട് സൈഡിൽ ഇങ്ങനെ കർവ് ഇരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാനും ഇങ്ങനെ കയ്യിലെടുക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഫോണിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ 4000 രൂപ. ആ പ്രൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബിൽഡ് ഇസ് ഗുഡ്. അങ്ങനെ ചീപ്പായ പ്ലാസ്റ്റിക് അതിലും ഒന്നും കൊള്ളാത്ത ഇങ്ങനെ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ചിലതൊക്കെ ഉണ്ടല്ലോ ഈ ഫീച്ചർ ഫോൺ, ഭയങ്കര ബോറായിരിക്കും ബിൽഡ്. അങ്ങനെയൊന്നുമല്ല, ബിൽഡ് കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണാനൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫോൺ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ ഇതിൻ്റെ ബാക്ക് കവർ ഇങ്ങനെ ഊരാൻ നോക്കുമായിരുന്നു. ഞാൻ പണ്ടത്തെ ആ ഒരു ഫീച്ചർ ഫോണിൽ പോലെ ഇതും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, ബാക്ക് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കോമ്പാക്റ്റ് ഭയങ്കര മിനി സൈസിലാണ് വരുന്നത്. സോ ഇതാണ് പഴയ iPhone 5 OnePlus 13s കമ്പയർ ചെയ്യാം. ഇതാണ് ഫ്ലിപ്പ് ഫോൺ, ഇതാണ് നമ്മുടെ HMD ഫോൺ. സോ മനസ്സിലായല്ലോ, നല്ല കോമ്പാക്റ്റ് മിനി സൈസിലാണ് വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്. ബട്ടൺസിൻ്റെ ക്വാളിറ്റി ഒക്കെ നൈസ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ, നമുക്ക് ഡ്യുവൽ സിം വരെ ഇടാൻ പറ്റും. മൈക്രോ SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഉണ്ട്. താഴെ USB Type C പോർട്ട് ഉണ്ട് വിത്ത് മൈക്ക്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു സ്പെഷ്യൽ ബട്ടൺ ഉണ്ട്, എമർജൻസി കോളിങ്ങിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ SOS കോൾ ഉണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോയി ഭയങ്കര എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് എമർജൻസി കോൺടാക്റ്റിലേക്ക് നിങ്ങൾ കോൾ ചെയ്യാൻ പറ്റും. സിംഗിൾ സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. ഈ കാണുന്ന ഇയർ പീസ് ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. സൗണ്ട് ക്വാളിറ്റിയൊക്കെ നോർമലി ഫീച്ചർ ഫോണിൽ നിന്ന് വരുന്ന പോലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ 3.2 ഇഞ്ച് സൈസുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5D കർവ്ഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിൽ ചെറിയ രീതിയിൽ കർവ് ആവുന്നുണ്ട്. കപ്പാസിറ്റീവ് ടച്ച് ഡിസ്പ്ലേ ആണ്. സോ ടച്ചിൻ്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ ടാപ്പ് ചെയ്താലും അവർ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ പറ്റും. കീബോർഡ് ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. 4000 രൂപയുടെ ഫോണല്ലേ, സോ ഇൻഡോർ യൂസിന് ഓക്കെയാണ്. യാതൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇൻഡോർ നല്ലോണം തന്നെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറവായിട്ട് ഫീൽ ആവും. RTOS അല്ലെങ്കിൽ റിയൽ ടൈം OS ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന UI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ. സോ ആൻഡ്രോയിഡ് അല്ല. ഓക്കെ, യൂണി SoC T127 ആണ് ചിപ്സെറ്റ്. വളരെ വളരെ ബേസിക് ചിപ്സെറ്റ് ആണ്. റാം എത്ര എന്ന് പറയാൻ പറ്റുമോ? 64 MB. 64 MB ആണ് റാം, 128 MB ആണ് സ്റ്റോറേജ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് അല്ലാത്തത് കൊണ്ട് പ്ലേ സ്റ്റോറും കാര്യങ്ങളൊന്നുമില്ല. സോ വാട്സാപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇതൊന്നും നെഹിഹെ. സോ HMD ഔട്ട് ഓഫ് ദ ബോക്സ് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പക്ഷേ APK ഇട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികളൊന്നും ഇതിൽ നടക്കൂല. ഒരു കംപ്ലീറ്റ് ഫുൾ ടച്ച് സ്ക്രീൻ ഉള്ള ഒരു ഫീച്ചർ ഫോൺ എന്ന് പറയാൻ പറ്റും. 1-2 ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ആണ് എക്സ്പ്രസ് ചാറ്റ്. ബേസിക്കലി ഇവരുടെ വാട്സാപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. സെയിം സംഭവമാണ്, നിങ്ങളുടെ നമ്പർ ഇട്ട് കൊടുക്കണം. ഈ ഫോണിലുള്ള നമ്പർ ആവണമെന്നില്ല, ഏത് നമ്പർ വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. വർക്കിംഗ് നമ്പർ ആയിരിക്കണം. അതിലേക്ക് OTP വരും, അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ചാറ്റും പിന്നെ ഈവൻ ഫോട്ടോസും ഈ എക്സ്പ്രസ് ചാറ്റിൽ രജിസ്റ്റർഡ് ആയിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ഒരു ഫോൺ ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ഫോണിലും പ്ലേ സ്റ്റോറിൽ കയറിയ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. അതായത് ഫീച്ചർ ഫോണിൽ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പോലെ അയക്കാൻ പറ്റും. ഈ എക്സ്പ്രസ് ചാറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈവൻ വീഡിയോ കോൾസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡീസെന്റ് ആണ്, നമ്മുടെ ഫേസ് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. സോ ഈ സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ആക്ച്വലി വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ആണ് ഈ കാണുന്ന ക്ലൗഡ് ഫോൺ. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതിൽ ആമസോൺ ഇല്ല, ട്വിറ്റർ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. ഞാൻ കള്ളം പറഞ്ഞാണ്. ഓക്കെ, ഇനി ജസ്റ്റ് കിഡിങ്, കള്ളം പറഞ്ഞല്ല. ആ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല, പക്ഷെ അതിൻ്റെ ഒരു വെബ് ബേസ്ഡ് ഷോർട്ട് കട്ട് എന്നൊക്കെ പറയാൻ പറ്റും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിൻ്റെ ഷോർട്ട് കട്ട്സ് ആണ് ഇവിടെ ഉള്ളത്.
പിന്നെ അത്യാവശ്യം ലാഗ് ഉണ്ട്, അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ മുകളിലേക്കും താഴേക്കൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിലേ പോലെ തോന്നുന്നുണ്ട്. സോ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ല, നമുക്ക് വേണമെങ്കിൽ മൂവി ട്രെയിലേഴ്സും പാട്ടുകളുടെ വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. പണ്ടത്തെ, അതായത് വളരെ 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 പണ്ട് ഈ .3GP ഫയലൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഞാനൊക്കെ ഇരുന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ GPRS ഒക്കെ ഉപയോഗിച്ച് മണിക്കൂറുകളോളം ഇരിക്കും. KB ഒക്കെ ആയിരിക്കും ഫയൽ സൈസ്. KB ഒക്കെ 1 MB 2 MB വീഡിയോ ഫയലൊക്കെ കാണും. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ. എനിവേ, സോ യൂട്യൂബ് വർക്കാവുന്നുണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലുള്ള ക്യാമറ വളരെ ബേസിക് ആണ്. 2 MP റിയർ ക്യാമറ, ഫ്രണ്ടിൽ 0.3 MP VGA ക്യാമറയാണ്. വളരെ ബേസിക് ചിപ്സെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈസിലി നിങ്ങൾക്ക് 1-2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, Type-C ചാർജിങ്. ഞാൻ പറഞ്ഞില്ല, Type-C ചാർജിങ് പോർട്ട് ആയതുകൊണ്ട് ഏത് ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫോൺ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഫോണിൻ്റെ ചാർജറിൻ്റെ കൂടെ വരുന്ന കേബിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോർട്ട് കട്ട് കീസ്, അതായത് ടോർച്ചിന് വേണ്ടിയും പിന്നെ നമ്മുടെ ഫോൺ കോളിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ വരുന്നുണ്ട്. ഇതാണ് ആപ്പ് ഡ്രോറിൻ്റെ ബട്ടൺ, അല്ലെങ്കിൽ വേണമെങ്കിൽ മേളിലേക്ക് ഇങ്ങനെ സ്വൈപ്പും ചെയ്യാം. ഇവിടെ കോൾ ലോഗ്സ്, കോൺടാക്ട്സ്, ഗാലറി, ഓവറോൾ ഇറ്റ്സ് നൈസ്. കാണാൻ അങ്ങനെ മോശം എന്നൊക്കെ പറയാൻ പറ്റില്ല. ഒരു നിയോൺ ലൈറ്റ് സെറ്റപ്പുള്ള സംഭവങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. റേഡിയോ ഉണ്ട്, ഓക്കെ. സോ റേഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു കാര്യം മറന്നുപോയി, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്പറ ബ്രൗസർ. എൻ്റെ പൊന്നെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് റൈഡാണ്. അതായത് ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് വളരെ പണ്ട് ഈ ഓപ്പറ ബ്രൗസറൊക്കെ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം, പിന്നെ ഇങ്ങനെ www.google.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കണം. ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങും. ഓക്കെ, ഇത് കുറച്ചുകൂടി ഫാസ്റ്റാണ്, കാരണം 4G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ GPRS ഒക്കെ. ഇങ്ങനത്തെ ഫോണുകൾ നമ്മൾ അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. എനിക്കറിയില്ല, നിങ്ങൾക്കും അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. എനിവേ, 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5Gക്ക് വേണ്ടിയുള്ള സപ്പോർട്ടൊന്നും ഇല്ല. 2.4 GHz വൈഫൈയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഹോട്ട്സ്പോട്ടിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഒരു ഹോട്ട്സ്പോട്ട് റൗട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. എന്നാൽ വലിയൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇതിൽ നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാമറയുണ്ട്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് UPI പേയ്മെൻറ്റ്, GPay വർക്കാവില്ല, കാരണം പ്ലേ സ്റ്റോറില്ലല്ലോ, ഗൂഗിൾ സർവീസസ് ഇല്ല. പക്ഷേ വേറെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഭീം ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വർഷം ഇവിടെ ഇട്ട് തന്നിരുന്നെങ്കിൽ, ഇനി ഭാവിയിൽ അപ്ഡേറ്റിലൂടെ വരുമോ ഐ ഡോണ്ട് നോ, പക്ഷേ അത് തന്നിരുന്നെങ്കിൽ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയനെ. 4000 rupees ഫോണാണ്. നിങ്ങളൊരു 1500 അല്ലെങ്കിൽ ഈവൻ 2000 rupees ആഡ് ചെയ്താൽ ഓഫർ സമയത്ത് നിങ്ങൾക്കൊരു പ്യൂർ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ പറ്റും. ഇത് സ്മാർട്ട് ഫോൺ അല്ല, ഇതൊരു ഫീച്ചർ ഫോണാണ് വിത്ത് ടച്ച് ഡിസ്പ്ലേ. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയില്ല, നിങ്ങൾക്ക് 4000 rupees ബഡ്ജറ്റ് ആണെങ്കിൽ ഈ ഫോൺ ആർക്ക് വേണ്ടിയാണ്? നമ്പർ 1, മുതിർന്നവർക്ക് വേണ്ടി, അതായത് നല്ല ഏജ് ഉള്ള ആളുകൾക്ക് വേണ്ടി നല്ലൊരു ഫോണാണ്. അവർക്ക് ടച്ചിൽ കുറച്ച് ഓക്കെ ആണെങ്കിൽ അവർക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ കുട്ടികൾക്ക് വേണ്ടി, അതായത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഒന്നും വേണ്ട, ഒരു ഫോണായിട്ട് ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ഒരു ഫോൺ വേണമെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ 2 കൂട്ടർക്കും വളരെ യൂസ്ഫുൾ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു SOS അല്ലെങ്കിൽ എമർജൻസി കോളിംഗ്. പണ്ടത്തെ നോക്കിയ ഫോണിൻ്റെയോ നോക്കിയ ലൂമിയുടെ എന്തെങ്കിലും ഓർമ്മകൾ, ഇൻട്രസ്റ്റിംഗ് ഓർമ്മകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.